ഇന്ന് വന്നിട്ട് എസക്കുട്ടീനെ കൊണ്ടൊന്ന് ഹോസ്പിറ്റലിലോട്ടേക്ക് പോവാണ് കേട്ടോ. 2-3 ദിവസമായിട്ട് എസക്ക് നല്ല പനി ഉണ്ടായിരുന്നു. ഇന്നലെ നൈറ്റ് നോക്കുമ്പോൾ നല്ല പനിയായിരുന്നു. അപ്പോൾ ഇന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, ചുമയില്ല, ജലദോഷമില്ല, അങ്ങനത്തെ ഒന്നുമില്ല കേട്ടോ, പനി മാത്രം. അങ്ങനെ ഞങ്ങളിതാ പോവാണ്. എനിക്കാണെങ്കിൽ ഇതാ ഒരു 4-5 ദിവസത്തെ ഉറക്കം അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ. എൻ്റെ കണ്ണ് കാണുമ്പോൾ മനസ്സിലാവും, നൈറ്റ് ഭയങ്കരമായിട്ട് ഉറക്കം കുറവാണ് കേട്ടോ. അങ്ങനെ എസക്കുട്ടി ബസ്സിൽ കയറിയപ്പോഴത്തേക്ക് നല്ല എനർജറ്റിക് ആയിട്ടുണ്ട്. ആൾക്ക് ബസ്സിൽ പോകാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്, ട്രാവൽ ചെയ്യാൻ പൊതുവേ ഇഷ്ടമാണ്. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ കാറ്റൊക്കെ അടിക്കുന്നതുകൊണ്ട് തന്നെ ഒന്ന് ടയേർഡായിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഉറങ്ങാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ബസ്സിൽ നിന്നൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും ആൾ നല്ല ഉറക്കമാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ ഒരു ഓട്ടോ പിടിച്ച് ന്യൂക്ലിയസിലാണ് കേട്ടോ കാണിക്കുന്നത്, അവിടത്തേക്ക് വിടും. സൺഡേ ആയതുകൊണ്ട് തന്നെ വേറെ എവിടെയും അങ്ങനെ ഡോക്ടർ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഇതാ നേരെ ന്യൂക്ലിയസിലോട്ടേക്ക് വിട്ടിട്ടുണ്ട്. നമുക്ക് കിട്ടിയത് 63ാമത്തെ ടോക്കനാണ്. ഞാൻ വിചാരിച്ചു ഇന്ന് തിരിച്ചു വരുന്നത് കുറച്ച് നല്ല ലേറ്റ് ആവുന്നുള്ളത്, പക്ഷേ അവിടെ എത്തിയപ്പം ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് വേഗം തന്നെ നമുക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റി. പിന്നെ ബിരിയാണി വാങ്ങണമായിരുന്നു, സൺഡേ ആയതുകൊണ്ട് എവിടെ ഓപ്പൺ അല്ല. അങ്ങനെ കുറേ നോക്കി ഒരു ഷോപ്പ് കണ്ട് ബിരിയാണിയൊക്കെ വാങ്ങി ഞങ്ങൾ ഇനിയിപ്പോൾ നേരെ ബസ്സിൽ കയറി വീട്ടിലോട്ടേക്ക് പോകണം. എസക്കുട്ടിയൊക്കെ ആണെങ്കിൽ പിന്നെ വലിയ കുഴപ്പമില്ല, നൈറ്റ് ആവും തോറും പിന്നെയും ടയേർഡ്നെസ് കൂടി കേട്ടോ. മക്കൾക്ക് എന്ത് വന്നാലും അതിൻ്റെ എഫക്റ്റ് വരുന്നത് അമ്മമാർക്കാണെന്ന് പറയുന്നത് എത്ര ശരിയാണല്ലേ. ഇപ്പോഴാണ് ഞാൻ അതൊക്കെ മനസ്സിലാക്കി വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.